ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ യുവൻറ്റസിൻ്റെ വാർത്തയിൽ നിന്ന് തുടങ്ങാം. അതായത് യുവൻറ്റസിൻ്റെ സെരിയയിലെ ഈ സീസണിലെ 10 പോയിൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻസ് അപ്പീൽസ് കോർട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ യുവൻറ്റസിൻ്റെ 15 പോയിൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ 15 പോയിൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്യപ്പെടുകയും ടേബിളിൻ്റെ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവിടുന്ന് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ ഈ ഒരു സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അവരുടെ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള 15 പോയിൻറ്റ്സ് അവർക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കിട്ടുന്നത്. അങ്ങനെ അവർക്ക് ആ പോയിൻറ്റ്സ് തിരികെ ലഭിക്കുകയും അവർ ടേബിളിൽ വീണ്ടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ജോസെ മൗറിഞ്ഞോ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വാചാലനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് യുവൻറ്റസിന് പോയിൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആക്ച്വലി പോയിൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ഇറ്റലിയാണ്, ഇവിടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവർക്ക് പോയിൻറ്റ്സ് തിരികെ ലഭിച്ചു. അങ്ങനെ അവർ നല്ല കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ആ ഒരു ടോപ്പ് 4 ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു പുതിയ സാങ്ഷൻ ലഭിക്കുന്നതിന് മുമ്പ് അവരെ സംബന്ധിച്ചോളം അവർ ടേബിളിൽ 2ാം സ്ഥാനത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളൊക്കെ കളിക്കാന്നുള്ള രീതിയിലായിരുന്നു അല്ലെഗ്രിയുടെ ടീം ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മൺഡേ ആണ് തീരുമാനം വന്നിരിക്കുന്നത്, ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻസ് അപ്പീൽസ് കോർട്ടിൻ്റേത്. അതായത് 10 പോയിൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്യാനുള്ള തീരുമാനം. അങ്ങനെ അവർ ടേബിളിൽ വീണ്ടും പിന്തള്ളപ്പെടുകയാണ്. ഇപ്പോൾ 7ാം സ്ഥാനത്താണ് യുവൻറ്റസ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു സാങ്ഷൻ എന്തിനാണ് അവർക്ക് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ തട്ടിപ്പാണ്, കണക്കിലെ തിരിമറിയാണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടുണ്ട് ഒരു വീഡിയോ, അത് തപ്പി പിടിച്ച് ഇവിടെ ഇടാൻ ശ്രമിക്കാം ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക്. അതായത് ഈ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ, പ്രത്യേകിച്ച് ഈ സ്വാപ്പ് ഡീലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിൽ ഇവർ ഈ പ്ലെയേഴ്സിൻ്റെ ആക്ച്വൽ വാല്യൂ അല്ല കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വാല്യൂ നല്ല രീതിയിൽ ഷൂട്ടപ്പ് ചെയ്തിട്ട് അങ്ങനെ കണക്കിൽ തിരിമറി നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആക്ച്വൽ വാല്യൂയേക്കാൾ കൂടുതൽ ഷൂട്ടപ്പ് ചെയ്തിട്ട് അങ്ങനെ സ്വാപ്പ് ഡീലുകളും കാര്യങ്ങളും നടത്താനുള്ള ശ്രമം, അങ്ങനെ ഈ ബുക്കിൽ തിരിമറി നടത്താനുള്ള, അക്കൗണ്ട്സ് ബുക്കിൽ തിരിമറി നടത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. വേറെയും പല ക്ലബ്ബുകൾക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ യുവൻറ്റസ് ആണ് ഇപ്പോൾ ഇതിൽ ശരിക്കും പെട്ടത്. അങ്ങനെ ഈ ഒരു പോയിൻറ്റ്സ് ഡിഡക്ഷൻ ലഭിച്ചിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ തന്നെ, ഈ ഒരു സാങ്ഷൻ ലഭിച്ച സാഹചര്യത്തിൽ തന്നെ ഈ യുവൻറ്റസിൻ്റെ ബോർഡ് റിസൈൻ ചെയ്യാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരുടെ മുൻ വൈസ് ചെയർമാനായിട്ടുള്ള നെദ്വദ്, യുവൻറ്റസിൻ്റെ ഒരു ലെജൻഡ് കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത്, അദ്ദേഹമൊക്കെ റിസൈൻ ചെയ്യേണ്ട സാഹചര്യം വന്നു. ബാനൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ് CEO ആയിട്ടുള്ള മൗറീസിയോ അരിവബനയ്ക്ക് ബാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഫെഡറിക്കോ ചെറുബിനിക്കും ഫാബിയോ പരട്ടിച്ചിക്കും ഒക്കെ ബാനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരട്ടിച്ചിയുടെയൊക്കെ പിന്നീട് ആ ഒരു ബാനിൽ ഇളവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇറ്റലിയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ബാനുണ്ട്. വേൾഡ് വൈഡ് ബാനും അദ്ദേഹത്തിന് കൊടുക്കണം എന്ന രീതിയിലുള്ള അപ്പീലൊക്കെ ആയിരുന്നു ഇറ്റാലിയൻ ഫെഡറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അങ്ങനെ ഈ പരട്ടിച്ചി ടോട്ടനാമിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിരുന്നല്ലോ, അവിടെ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ അദ്ദേഹം അപ്പീൽ വിൻ ചെയ്തു, അദ്ദേഹത്തിന് ഇളവ് ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേറെ പണിയെടുക്കാൻ പറ്റും. പക്ഷേ ഇറ്റലിയിൽ അദ്ദേഹത്തിന് പണിയെടുക്കാൻ പറ്റില്ല, അവിടെ ബാനാണ്. അങ്ങനെ ഈ യുവൻറ്റസ് ബോർഡിലുള്ള പലർക്കും വലിയ ലെങ്തി ആയിട്ടുള്ള ബാനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ആ ഒരു വിധിയിലുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ, ആ ബാനും കാര്യങ്ങളൊക്കെ തുടരുകയാണ്. യുവൻറ്റസ് ഈ ആദ്യത്തെ 15 പോയിൻറ്റ്സ് ഡിഡക്ഷൻ ലഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അവർ അപ്പീലിന് പോയി. അതായത് ഇറ്റലിയുടെ ഹയസ്റ്റ് സ്പോർട്ടിംഗ് കോർട്ടായിട്ടുള്ള സ്പോർട്സ് ഗ്യാരണ്ടി ബോർഡിലാണ് അവർ അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ബോർഡ് എന്ത് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി, ആ ഒരു ഹയസ്റ്റ് സ്പോർട്ടിംഗ് കോർട്ടാണ്, അവർ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു 15 പോയിൻറ്റ്സിൻ്റെ ഡിഡക്ഷൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാം, എന്നിട്ട് പുതിയ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും നടത്താം. അങ്ങനെ ആ ഒരു ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം പിന്നെ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ കംപ്ലീറ്റ്ലി ആ ഒരു ബാൻ ആ സാഹചര്യത്തിൽ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻസ് കോർട്ട് ഇപ്പോൾ പുതിയ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയതിന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, 15 പോയിൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്യുന്നതിന് പകരം 10 പോയിൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് ഈ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻസ് അപ്പീൽസ് കോർട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ ഇനി അവിടെ തുടരും, ഇതിലിനി മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ 10 പോയിൻറ്റ്സ് യുവൻറ്റസിൻ്റെ പോയി. അപ്പോൾ ഇതിൽ ഗുണം സത്യം പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത് AC മിലാനാണ്.
കാരണം എന്താണ്, AC മിലാനെ സംബന്ധിച്ചിടത്തോളം അവർ 5ാം സ്ഥാനത്താണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ യുവൻറ്റസ് താഴേക്ക് പോയതോട് കൂടിയിട്ട് മിലാൻ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. മിലാനെ സംബന്ധിച്ചോളം 36 മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് 64 പോയിൻറ്റ്സ് ഉണ്ട്. 3ാം സ്ഥാനത്തുള്ള ഇന്റർ മിലാനെ സംബന്ധിച്ചോളം 36 മത്സരങ്ങൾ കഴിയുമ്പോൾ 66 പോയിൻറ്റ്സ്. 2ാം സ്ഥാനത്ത് ലാസിയോ ആണ്, മൗറിസിയോ സറിയുടെ, അവർക്ക് 68 പോയിൻറ്റ്സ് ആണുള്ളത്. യുവൻറ്റസ് ആണെങ്കിലോ നേരത്തെ 69 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 59 പോയിൻറ്റ്സായി. അവർ 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. റോമ 6ാം സ്ഥാനത്താണ് 60 പോയിൻറ്റ്സുമായിട്ട്. അറ്റ്ലാന്റയ്ക്ക് 61 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ അറ്റ്ലാന്റയ്ക്കും റോമയ്ക്കൊക്കെ ഈ അവസാനത്തെ 2 ഫിക്ചറുകളിൽ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം ആ ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ ശരിയായി മാറി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ്, മറ്റു ചില ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ നെയ്മറിൻ്റെ റൂമർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് നെയ്മർ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള തരത്തിലുള്ള റൂമറുകളാണ് ഉണ്ടായിരുന്നത്. ലെക്കീപ്പ് എന്ന് പറയുന്ന ഫ്രഞ്ച് മീഡിയ ആണ് ഈ ഒരു വാർത്ത ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് PSG കോൺട്രാക്റ്റ് നടത്തിയിട്ടുണ്ട് നെയ്മറിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്മറിനെ ലോണിൽ PSG നിന്ന് അടുത്ത സീസണിൽ വിടാൻ PSG തയ്യാറാണ്. മാത്രമല്ല കസമീറോ എന്ന് പറയുന്ന നെയ്മറിൻ്റെ ബ്രസീലിയൻ ടീംമേറ്റ് കൂടിയായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോൾ ഒരു ടാലിസ്മാനിക് ഫിഗറായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനും ഈ ഒരു ഡീല് നടക്കുന്നതിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ലെക്കീപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ സ്കൈ സ്പോർട്സിൻ്റെ കാവേ സോൽഹക്കോളും ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ഈ നെയ്മറിൻ്റെ ആളുകൾ. അപ്പോൾ അതിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രമല്ല ബാക്കിയുള്ള ക്ലബ്ബുകളുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലും ഒരു തീരുമാനവും ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ ESPNൻ്റെ മാർക്ക് ഓഗ്ഡൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ നെയ്മറുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ലിങ്കിൽ കാര്യമായിട്ട് ഒരു സത്യവും ഇല്ല നിലവിൽ എന്നുള്ളതാണ്. അപ്പോൾ ലെക്കീപ്പ് അത്തരത്തിലുള്ളൊരു വാർത്ത പറഞ്ഞു. പക്ഷേ അതിനെതിരെയാണ് മാർക്ക് ഓഗ്ഡനൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളുമായിട്ട് പുറത്തേക്ക് വരുന്നത്. ജൂലിയൻ ലോറൻസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ജേർണലിസ്റ്റ് PSG ക്ലോസ് ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഈ ലെക്കീപ്പ് കോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മാർക്ക് ഓഗ്ഡൻ പറഞ്ഞിട്ടുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിലവിൽ അതിൽ കാര്യമായിട്ട് മൂവ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ PSG നിന്ന് ഈ സമ്മറിൽ നെയ്മർ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചൊരു ലോൺ ഡീലിൽ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് ഇപ്പോൾ നിലവിലത്തെ ഈ ഒരു പുതിയ നെയ്മർ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൂമറിൻ്റെ സത്യാവസ്ഥയുള്ളത്. ഇനി നമുക്ക് അലക്സിസ് മെക്കാലിസ്റ്ററിൻ്റെ വാർത്തയിലേക്ക് കടക്കാം. അതായത് ബ്രൈറ്റൻ്റെ അർജൻറ്റീനിയൻ മിഡ്ഫീൽഡർ ബ്രൈറ്റനിൽ നിന്ന് പോകുന്നുള്ള കാര്യം ഓൾമോസ്റ്റ് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ചോദ്യം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ലിവർപൂളാണ് ഫേവറേറ്റ്സ് എന്നുള്ള വാർത്ത പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 90% ഈ ഒരു ഡീല് ഓൾമോസ്റ്റ് സെറ്റിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പുറത്തേക്ക് വിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെക്കാലിസ്റ്ററിൻ്റെ ഈ ബ്രൈറ്റൺ ഡീലിൽ ഒരു റിലീസ് ക്ലോസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ബ്രൈറ്റണിലെ പുതിയ കോൺട്രാക്റ്റ് മെക്കാലിസ്റ്റർ സൈൻ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് അത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു എക്സിറ്റ് ക്ലോസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്നും ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റു ചില മീഡിയകളൊക്കെ പറയുന്നത് അത് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഏകദേശം 60-65 മില്യൺ യൂറോസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു ജൂണിലാണ് ആക്റ്റീവ് ആവുക. മാത്രമല്ല അത് ജൂണിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് കേൾക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ റിലീസ് ക്ലോസ് കൊടുത്തുകൊണ്ട് ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരാനാണ് ലിവർപൂൾ ശ്രമിക്കുന്നത്. പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എഗ്രി ചെയ്തു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇപ്പോൾ വളരെ റിലയബിൾ ആയിട്ടുള്ള അർജൻറ്റീനിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഗാസ്റ്റൺ എഡുലും ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് കമ്മിങ് വീക്സിൽ തന്നെ ലിവർപൂളിൻ്റെ പ്ലെയറായിട്ട് നമുക്ക് മെക്കാലിസ്റ്ററിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മെക്കാലിസ്റ്ററിൻ്റെ അപ്ഡേറ്റ്. മിക്കവാറും ലിവർപൂളിൻ്റെ കുപ്പായത്തിൽ യൂർഗൻ ക്ലോപ്പിൻ്റെ കീഴിൽ മെക്കാലിസ്റ്റർ കളിക്കുന്നതിനായിരിക്കും നമുക്ക് അടുത്ത സീസണിൽ കാണാൻ പറ്റുക. ഒരു കിഡിലൻ സൈനിങ് ആയിരിക്കും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ബ്രില്യൻ പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസിങ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണെന്ന് മാത്രമല്ല അദ്ദേഹം ബോളുമായിട്ട് ഗ്ലൈഡ് ചെയ്യുന്ന രീതിയും കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒപ്പം നല്ല രീതിയിലുള്ള ഷോട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ബ്രില്യൻ പ്ലെയറാണ്. അത് ക്ലോപ്പിൻ്റെ കയ്യിൽ കൂടി കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലാക്കി കളയും ചെങ്ങായിനെ. അപ്പോൾ എന്തായാലും അതാണ്. ഇനി മറ്റൊരു വാർത്ത, ബാഴ്സലോണയുടെ ജൂൾസ് കൂണ്ടെ
ഇപ്പോൾ ജെറാർഡ് റൊമേറോയും അതുപോലെ തന്നെ ഇവാൻ മാർത്തിയെ പോലെയുള്ള സ്പാനിഷ് ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് അദ്ദേഹം ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് യൂൾസ് കുണ്ടയ്ക്ക് അവിടെ നിന്ന് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്ത. അപ്പോൾ അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ ഈ സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കാമെന്നായിരുന്നു അത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതലും റൈറ്റ് ബാക്കായിട്ടാണ് കളിപ്പിക്കുന്നത് ചാവി. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ കളിക്കാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ട് തരത്തിലാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്, ഈ ഒരു ബോംബിനെ. അതായത് ഒന്ന്, ബാഴ്സലോണയെ ഒരു റൈറ്റ് ബാക്കിനെ, പുതിയ റൈറ്റ് ബാക്കിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രഷർ ചെയ്യാനുള്ള ഒരു ടാക്റ്റിക്കാണ് എന്നുള്ള രീതിയിലും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ജെനുവിനായിട്ട് അവിടെ നിന്ന് പോകാനുള്ള പരിപാടി തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ചാവിയുടെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഈ റൈറ്റ് ബാക്ക് ഒരു പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റ് ബാക്കിനെ ബാഴ്സയെ കൊണ്ടുവരിപ്പിക്കാൻ ഫോഴ്സ് ചെയ്യാനുള്ള ഒരു ടാക്റ്റിക് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതേ സംബന്ധിച്ചോളം അവിടെ ഇനി ഒരു റൈറ്റ് ബാക്കായിട്ട് തുടരാൻ താല്പര്യമില്ല. ഇനി അദ്ദേഹത്തിന് സെൻറ്റർ ബാക്കായിട്ട് കളിക്കണമെങ്കിൽ തന്നെ ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇനിഗോ മാർട്ടിനസ് വരുന്നുണ്ട്, അരൂഹോ നമുക്കറിയുന്നതാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. പിന്നെ ക്രിസ്ത്യൻസനും വേറെ ലെവലിലാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂണ്ടേക്ക് ആ ഒരു സെൻറ്റർ ബാക്ക് റോളിൽ ഒരു ഓട്ടോമാറ്റിക് സെലക്ഷൻ അവിടെ ലഭിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ബാഴ്സലോണയെ സംബന്ധിച്ചോളം മൾട്ടിപ്പിൾ ട്രോഫീസിന് വേണ്ടി പോരാടുന്ന സാഹചര്യത്തിൽ, പല കോമ്പറ്റീഷനിലും കളിക്കേണ്ട സാഹചര്യത്തിൽ സ്ക്വാഡ് ഡെപ്ത് വേണം, അതും ക്വാളിറ്റിയുള്ള സ്ക്വാഡ് ഡെപ്ത് വേണം. ഇപ്പോൾ ജൂൾസ് കുണ്ടയെ പോലെയുള്ള ഒരു പ്ലെയറിനെയൊക്കെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമാകുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. പക്ഷേ അവരെ സംബന്ധിച്ചോളം പൈസയുടെ ഒരാവശ്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ പ്ലെയറാണ് ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ്, പുറത്തേക്ക് പോകാനുള്ള ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തേണ്ട ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 80 മില്യൺ യൂറോസാണ് ബാഴ്സലോണ ഈ ഒരു പ്ലെയറിനെ വാല്യുവേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ പല മീഡിയകളും, സ്പാനിഷ് മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ജൂൾസ് കുണ്ടേ എന്താ പറയുക, ഓഫേഴ്സിന് ഓപ്പൺ ആണെന്നുള്ള തരത്തിലുള്ള വാർത്ത തന്നെയാണ് ജെറാർഡ് റൊമേറോയും പറയുന്ന കാര്യം. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളും ആ ഒരു കാര്യത്തിൽ ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സൊറകളിൽ സംസാരിക്കാനുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.